നമുക്ക് അജയുടെയും ഭൂമിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഓടിവ് നമ്മൾ കാണുന്ന രണ്ടും കൽപ്പിച്ച അച്യുതന് സത്യദാസിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് സത്യദാസ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യസമയത്ത് തന്നെയാണ് അച്യുതൻ ചെല്ലുന്നത്. അങ്ങനെ അച്യുതനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സത്യദാസ് ഒന്ന് നോക്കി. പിന്നീട് അച്യുതനോട് ഒന്ന് കയറി വരാൻ പറഞ്ഞു. അപ്പൊ അന്ന് കണ്ട പരിചയമുണ്ട്, ഭൂമിയുടെ അച്ഛനാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ അച്ഛൻ അങ്ങോട്ട് കയറി ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും സത്യദാസ് പറഞ്ഞു, എനിക്ക് ആളെ മനസ്സിലായി, ഭൂമിയുടെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു. അല്ല സാറിന് എങ്ങനെ? അതെ, അന്ന് ആ വീട്ടിൽ പൂജ അടക്കണ സമയത്ത് ഞാൻ കണ്ടതായിരുന്നു, അന്ന് നേരിയ കണ്ടതോടെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് അച്യുതനോട് ചോദിച്ചു, അല്ല ഡ്രിങ്ക്സ് കുടിക്കുമെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. വേണ്ട സാറേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അല്ല എന്ത് പറ്റി ഈ വഴിയൊക്കെ? ഞാൻ ഇടയ്ക്ക് ഭൂമിയെ കാണാറുണ്ട്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവളെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മോളെ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്യുതൻ്റെ മുഖമൊക്കെ ഒന്നും വല്ലാതായി. അല്ല സാറേ, ഇടയ്ക്ക് ഭൂമി വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, സാറിൻ്റെ മോളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാനുണ്ട്, സാറിൻ്റെ മോളെ ഭാര്യയും കാണാതെ പോയെന്നൊക്കെ. അപ്പോൾ ഇന്നലെ അവൾ വന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം, അതാ ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഒന്ന് വന്നേന്ന് പറഞ്ഞു. അല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ, എവിടെ എന്താന്നൊക്കെ? എടോ 10-22 വർഷം മുമ്പ് കാണാതെ പോയതല്ലേ, എവിടെ പോയി അന്വേഷിക്കാനായിട്ടാ? അതോടുകൂടി ഞാൻ ജോലി പോലും വേണ്ടെന്ന് വെച്ചു. എനിക്കെൻ്റെ മോളെയും ഭാര്യയെ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടത്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പിന്നത്തെ കുറേ വർഷങ്ങൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിത കയത്തിലായിരുന്നു, ജീവിക്കണമെന്ന് പോലും തോന്നാത്ത കുറേ ദിവസങ്ങളായിരുന്നു. വീണ്ടും ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ നാമ്പ് പൊട്ടിമുളച്ചിട്ടുണ്ട്. കാരണം അജയ് പോലീസ് കയറിയതിന് ശേഷം അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് തരാന്ന്. പിന്നെയുണ്ടല്ലോ അച്യുതൻ്റെ മോളുണ്ടല്ലോ, അവളും ഇടുക്കി കുട്ടിയാ, അവൾ എനിക്ക് ഫുൾ സപ്പോർട്ടും ആയിട്ടുണ്ട്. എവിടെയാണെങ്കിലും സാറിൻ്റെ മോളെ ഞാൻ കണ്ടെത്തി തരൂന്നൊക്കെയാ പറയണേ. അത് കേട്ടുകഴിഞ്ഞപ്പം അച്യുതൻ പറഞ്ഞു, അല്ല ആ കുട്ടിയെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവൾ എവിടെയാണെങ്കിലും ചിലപ്പോൾ സേഫ് ആയിരിക്കുമല്ലോ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ ആരെങ്കിലും നോക്കുന്നുണ്ടായിരിക്കും, സ്വന്തം മോളായിട്ട് ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും അവളെ വളർത്തുന്നുണ്ടായിരിക്കില്ലേ സാറേ എന്ന് ചോദിച്ചു. ഉണ്ടായിരിക്കും, ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല, അവൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും ഒരു ദിവസം എൻ്റെ കൺമുന്നിലേക്ക് അവൾ വരൂടെ വച്ചതാ, താൻ കണ്ടോ? അന്ന് കണ്ടോ, അന്ന് അവളെ ഞാൻ സ്വന്തമാക്കും. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഇത്രയും കാലം മറ്റുള്ളവർ വളർത്തിയതല്ലേ, അപ്പോൾ അവരെ സ്വന്തം മകളായിട്ടല്ലേ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്, അപ്പം പിന്നെ ഇങ്ങോട്ടേക്ക് സാറിൻ്റെ അടുത്ത് വന്നാലും സാറിൻ്റെ അടുത്ത് അവൾ നിൽക്കാൻ കൂട്ടാക്കുമോ, സാറിനെ അച്ഛനായിട്ട് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. അതോ എൻ്റെ അടുത്ത് അവളെ ഒന്ന് കിട്ടിക്കോട്ടെ, അവളുടെ മനസ്സിൽ നിന്ന് അവളുടെ ഓർമ്മകളെല്ലാം ഞാൻ എടുത്തു കളയും, പിന്നെ അവളുടെ മുന്നിൽ ഞാൻ മാത്രമേ കാണത്തുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ആരൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും എത്രയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും എൻ്റെ മകളെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ പിന്നെ ഇത്രയും കാലം നോക്കിയ അച്ഛനമ്മമാർക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല, അവൾ എൻ്റേത് മാത്രമായിരിക്കും. അവളുടെ മനസ്സിലെ ഓർമ്മകളൊക്കെ ഞാൻ വേരോടെ പിഴുതെറിയും. അത് കേട്ടപ്പോൾ അച്യുതനൊരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് അച്യുതൻ പറഞ്ഞു, എന്നാലും അതത്ര എളുപ്പം നടക്കുന്ന കാര്യമാണോ? കുഞ്ഞു കുട്ടികളാണോ കുഴപ്പമില്ല, അപ്പോൾ ഇത്രയും പ്രായം ഒരു 10-22 വയസ്സ് കാണുമല്ലോ, അപ്പോൾ അത്രയും വലിയൊരു പെൺകുട്ടി ആയിരിക്കില്ലേ അവള്. ആ സമയത്ത് അവളുടെ മനസ്സിൽ നിന്ന് ഓർമ്മകൾ എടുത്ത് കളയാന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എടോ അതൊക്കെ ഞാൻ മാനേജ് ചെയ്യും, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കിട്ടിയാൽ മാത്രം മതി, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ സമയം അച്യുതൻ പറഞ്ഞു, സാറിൻ്റെ മോളെ പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. ഭൂമി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സാറിനെ കാണണമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ മോളുടെ പിക്ചറും കാര്യങ്ങളൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു, അപ്പം മുതൽ വല്ലാത്തൊരു വിഷമമുണ്ട്, സങ്കടം. ഇത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ട് വെച്ചതാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെട്ടു, എപ്പോഴെങ്കിലും അവൾ തിരികെ വരുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ ഇങ്ങനെ ഭിത്തിയിലേക്ക് നോക്കി, അവിടെ ഭൂമിയുടെ പിക്ചർ, ചെറുപ്പത്തിലുള്ള പിക്ചർ, അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്യുതന് ഓർമ്മ വന്നു. അത് മാത്രമല്ല വേറൊരു പിക്ചർ ഉണ്ടായിരുന്നു, തനിക്ക് അവളെ കിട്ടുന്ന സമയത്ത് അവൾ ഇട്ടിരുന്ന അതേ ഡ്രസ്സിലുള്ള ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഇപ്പോഴും താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അച്യുതൻ്റെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞുപോയി. ഈ സമയത്ത് സത്യദാസ് പറഞ്ഞു, ആര് കണ്ടാലും എൻ്റെ മോളെ ഒന്ന് നോക്കിപ്പോ. ഇപ്പം അച്യുതൻ തന്നെ എൻ്റെ മോളെ കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടം വരുന്നില്ലേ? അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, ശരിയാ, സാറിൻ്റെ മോളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ സങ്കടം വരാത്ത, എവിടെയാണെങ്കിലും പെട്ടെന്ന് കിട്ടും സാറേ. പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്യുതൻ ഒന്നും അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ അച്യുതൻ്റെ മനസ്സിൽ സത്യദാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിലേക്ക് നടക്കുന്ന സമയത്തും
എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒരുപക്ഷെ ഭൂമി സ്വന്തം മകളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല. അയാൾ ഉറപ്പായിട്ട് തൻ്റെ മകളെ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ അവളുടെ മനസ്സിൽ ഓർമ്മകൾ പോലും കാണില്ല. അവളെ ചിലപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടേലും കൊണ്ടുപോകും, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. പിന്നെ മോളെ കാണാൻ പോലും കിട്ടില്ല. അതൊക്കെ ചിന്തിച്ച് അച്യുതന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഒടുവിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് അച്യുതൻ വീട്ടിലേക്ക് വന്ന് കയറുന്നേ. അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴത്തേനും അംബിക നിന്നു. എന്താ അച്യുതേട്ടാ? അച്യുതൻ്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. എന്താ കാര്യം? അതെ, ഞാനിന്നാ സത്യദാസിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്തിന്? അയാളെ പോയി കണ്ടു, അയാളോട് സംസാരിച്ചു. ഇനിയിപ്പം മോളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് അയാൾക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലോ. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അയാൾ പറഞ്ഞോ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അംബികെ. സഹിക്കാൻ പറ്റില്ലെന്നോ? എന്താ ചേട്ടാ? അയാളുടെ മോളെ അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ മോളുടെ മനസ്സിൽ നിന്ന് ഇത്രയും കാലം ഉണ്ടായിരുന്ന അച്ഛൻ്റെ അമ്മയുടെ മുഖം പോലും മായ്ച്ചു കളയുന്ന അയാൾ പറയണേ. അതെ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അത് കേട്ടതും അംബികയുടെ ഒറ്റ കരച്ചിലായിരുന്നു. അംബിക പറഞ്ഞില്ല അച്യുതേട്ടാ, അവൾ എൻ്റെ മോളാ, അവളുടെ അമ്മയാ ഞാൻ, അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല, എൻ്റെ ജീവൻ പോയാലും ശരി. അത് കേട്ടതും അച്യുതൻ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മോളെ അവർ കൊണ്ടുപോകുന്ന എന്തെങ്കിലും സ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് എങ്ങോട്ടേലും പോവാം. ഇനി നമുക്കിവിടെ നിൽക്കണ്ട അംബികയെ, നമുക്ക് ഈ സ്ഥലത്തുനിന്ന് വേറെ എങ്ങോട്ടേലും പോവാം. മോളെയും കൊണ്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളെ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട്. അംബയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അച്യുതൻ്റെ ഉള്ളിലെ ഭയവും കാര്യങ്ങളൊക്കെ എത്രമാത്രം വലുതാന്നുള്ള കാര്യം. ഈ സമയത്ത് അജയ് മുറിയിലേക്ക് പോയി. അപ്പം സ്റ്റേഷനിലേക്ക് വേണ്ടി റെഡിയാവുകയാണ്. റെഡിയായിട്ട് അങ്ങോട്ട് വരുന്ന സമയത്തും അവിടെ ഭയങ്കര ആലോചനയിലാണ്. എൻഗേജ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയം സ്വാഭാവികം മുത്തശ്ശി ചോദിച്ചു, എടാ ഇനി അധിക ദിവസമൊന്നുമില്ല എൻഗേജ്മെൻറ്റ്, നിനക്കറിയാലോ, നിനക്ക് എന്തേലും ഡിമാൻഡ്സ് ഉണ്ടോ? എങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ. എനിക്ക് ഒരു ഡിമാൻഡ്സും ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അജയ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പിന്നാലെ തന്നെ അഞ്ജന നിന്നു. അഞ്ജന എന്നിട്ട് അജയനെ വിളിക്കുകയാണ്. അജയ് ഒരു നിമിഷം അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്താ കാര്യം? എന്താ? അതെ അജയ് ചെയ്യുന്നത് ശരിയാന്ന് അജയ്ക്ക് തോന്നുന്നുണ്ടോ? എന്ത്? അല്ല, ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ. അതിപ്പോഴും നീ വിട്ടില്ലായിരുന്നോ? നീ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട് അജയ്, അവളുണ്ടല്ലോ ആ ഭൂമിനെ നമ്മുടെ എൻഗേജ്മെന്റിന് വിളിക്കാൻ പാടില്ല. എനിക്ക് അവളെ ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മുടെ എൻഗേജ്മെന്റിന് അവൾ വരാൻ പാടില്ല. വേറെ ആരെ വെള്ളം വിളിച്ചോ, പക്ഷെ അവളെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അജയ് പറഞ്ഞു, ആണോ, നിന്റെ മനസ്സിൽ അങ്ങനെയല്ലേ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് എല്ലാവരും തുറന്നു പറയാൻ. പക്ഷേ നീ എനിക്കിട്ട് പണിതുകൊണ്ടിരിക്കുക. അപ്പം നീ ഒന്ന് കേട്ടോ, എൻഗേജ്മെന്റിന് അവളെ ഞാൻ വിളിക്കും ഭൂമി എൻഗേജ്മെന്റിന് വരുകയും ചെയ്യും. പിന്നെ മുത്തശ്ശിയോട് ഞാൻ കാര്യങ്ങൾ പറയും. ഇവളെ എനിക്കിഷ്ടമാണ്. നിന്റെ വിരലിൽ അണിയിക്കാനുള്ള മോതിരം ഞാൻ ഭൂമിയുടെ വിരലിലായിരിക്കും അണിയിക്കാൻ പോകുന്നത്. നീ കണ്ടോളാൻ പറഞ്ഞിട്ട് അജയ് പോയി. ബൈക്ക് സ്റ്റാർട്ടാക്കി അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അഞ്ജനയ്ക്ക്. ഇത്രയ്ക്കൊരു ട്വിസ്റ്റ് അഞ്ജന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ തനിക്കിട്ടൊരു അടി കിട്ടുമെന്നുള്ള കാര്യം ചിന്തിച്ചതുമില്ല. അങ്ങനെ പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി മുത്തശ്ശിയെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം സ്വാഭാവിക മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയോട് വരണമെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, അതെ അജയുടെ വിവാഹ നിശ്ചയം കാര്യങ്ങളൊക്കെയാ, മോള് നേരത്തെ തന്നെ വന്നേക്കണം, അറിയാലോ. പിന്നെ പലഹാരങ്ങളുടെ ഓർഡറൊക്കെ മോള് വേണം ചെയ്യാനായിട്ട്. അത് പിന്നെ മുത്തശ്ശി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒന്ന് പറഞ്ഞാൽ മതി ഏത് ദിവസമാണ്, ഞാനെല്ലാം റെഡിയാക്കി തന്നോളാന്ന് പറഞ്ഞു. ഭൂമി അങ്ങോട്ടേക്ക് വരുന്നത് ഭവാനി കണ്ടിട്ടുണ്ടായിരുന്നു. ഭവാനിക്ക് ഒട്ടും സഹിച്ചില്ല. ഭവാനി ആകെപ്പാടെ വെരുകിനെ പോലെ നടക്കുവാണ്. ഇവളെ ഇല്ലാതാക്കാണ്ട് പലവട്ടം ശ്രമിച്ചു. സത്യൻ്റെ മോളെ ഇവളെ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് കരുതി പലതും പ്ലാൻ ചെയ്താ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇനി ഇവൾ ജീവനോടെ ഉണ്ടായി തനിക്ക് ആപത്താന്ന് ചിന്ത ഭവാനിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന മുത്തശ്ശിയോ ഭൂമി അറിയുന്നുണ്ടായിരുന്നില്ല. ഭൂമി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഓർഡർ കിട്ടുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. പണത്തിന് കുറേ ആവശ്യമുണ്ട്. അച്ഛൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. പിന്നീട് മുത്തശ്ശി കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഭൂമിയോട് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് ഭൂമി നിൽക്കുമ്പോഴത്തേനുമാണ് സത്യദാസിൻ്റെ വരവ്. സത്യദാസിന് ഭൂമിയെ കണ്ടു കഴിയുമ്പോൾ ഇതിന് പ്രത്യേക ഒരു സന്തോഷമാണ്. ഒരുപക്ഷെ തൻ്റെ മോളിപ്പം തന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇവളുടെ അത്രയും പ്രായം കണ്ടാലും എന്തോ വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നും. ഭൂമിയെ കണ്ടു കഴിയുമ്പം തൻ്റെ മകളെ പോലെ തൻ്റെ മകളാണെന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭൂമിക്കും സത്യദാസിനൊരു അടുപ്പവും കാര്യങ്ങളും ഉണ്ട്. അത്രയ്ക്കൊരു സന്തോഷമാണ് സത്യദാസിനെ കാണുമ്പോഴും. അങ്ങനെ ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യദാസ് പറഞ്ഞു, ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ,
എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കണം. ആ സമയം മുത്തശ്ശി പറഞ്ഞു, ഓ നിങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പമാണല്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ എൻ്റെ മുത്തശ്ശി, ദേ ഈ സാറിനെ കണ്ടു കഴിയുമ്പോഴേ എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 വട്ടം അവിടെ ചായ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യാസ് പറഞ്ഞു, അത് ശരിയാ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, നല്ല സൂപ്പറായിട്ട് ചായയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടോ മുത്തശ്ശി പറഞ്ഞു, ഇതുവരെയായിട്ടും അത് കുടിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഭൂമി പറഞ്ഞു, അതെന്നെതാ മുത്തശ്ശി, ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞു. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് മോൾ ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് ഭൂമി അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി സത്യദാസിനോട് പറഞ്ഞു, പാവം കുട്ടി, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. സത്യദാസ് പറഞ്ഞു, എനിക്കും അങ്ങനെയാ, അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് വന്ന ഭവാനിയിലൊരു ഞെട്ടല. അച്ഛനും മോളുമാണ്, പക്ഷെ അവർക്കറിയത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇല്ലാതാക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.